Welcome to etube kids learning. Ordnance Factory Day. Ordnance Factory dinam മാർച്ച് 18. 1801 കൊൽക്കത്തയ്ക്കടുത്തുള്ള കോസിപ്പോറിൽ കൊളോണിയൽ ഇന്ത്യയിലെ ആദ്യത്തെ ഓർഡിനൻസ് ഫാക്ടറി സ്ഥാപിച്ചതിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും മാർച്ച് 18-ന് ഓർഡിനൻസ് ഫാക്ടറി ദിനം ആചരിക്കുന്നു. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഓർഡിനൻസ് ഫാക്ടറികൾ ഈ ദിനം ഒരു സംഭവമായി ആഘോഷിക്കുന്നു. രാജ്യത്തെ ഓർഡിനൻസ് ഫാക്ടറികൾ ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും ഗവേഷണം, വികസനം, ഉൽപാദനം, വിപണന, ലോജിസ്റ്റിക്സ് എന്നിവ പ്രകാശിപ്പിക്കാനുള്ള അതുല്യമായ അവസരം നൽകുന്നു. ഓർഡിനൻസ് ഫാക്ടറികളുടെ ചരിത്രവും വികസനവും ഇന്ത്യയിലെ ബ്രിട്ടീഷ് കാലഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ സാമ്പത്തിക താൽപര്യവും രാഷ്ട്രീയ സ്വാധീനവും വർദ്ധിപ്പിക്കുന്നതിന് സൈനിക ഹാർഡ്വെയർ നിർമ്മാണം ഒരു സുപ്രധാന ഘടകമായി കണക്കാക്കി. 1775 ബ്രിട്ടീഷ് അധികാരികൾ കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം എന്ന സ്ഥലത്ത് ഒരു ബോർഡ് ഓഫ് ഓർഡിനൻസ് സ്ഥാപിച്ചു. ഇത് ഇന്ത്യയിൽ ആർമി ഓർഡിനൻസിന്റെ ഔദ്യോഗിക തുടക്കം കുറിക്കുന്നു. അവർ 1787 ഇഷാപോറിൽ ഒരു തോക്കുപൊടി ഫാക്ടറി സ്ഥാപിച്ചു. അത് 1791 ഉൽപാദനം ആരംഭിച്ചു. 1801 ബ്രിട്ടീഷുകാർ കൊൽക്കത്തയിലെ കോസിപ്പോറിൽ ഒരു ഗൺ ക്യാരേജ് ഏജൻസി സ്ഥാപിക്കുകയും 1802 മാർച്ച് 18-ന് ഉൽപാദനം ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ഫാക്ടറികളും അവയും ഇന്നും പ്രവർത്തിക്കുന്നത് തുടരുന്നു. ഇന്നത്തെ കാലത്ത് ഓരോ രാജ്യത്തിന്റെയും ആവശ്യം അതിന്റെ സായുധ സേനകൾക്ക് ശക്തമായ ആയുധങ്ങളും വെടിക്കോപ്പുകളും ലഭ്യമാക്കുക എന്നതാണ്. ഇന്നത്തെ കണക്കനുസരിച്ച് ഓർഡിനൻസ് ഫാക്ടറി ബോർഡിന്റെ 5 പ്രവർത്തന വിഭാഗങ്ങളായി ക്രമീകരിച്ചിരിക്കുന്ന 41 ഫാക്ടറികൾ ഓർഡിനൻസ് ഫാക്ടറികളുടെ സംഘടന ഉൾക്കൊള്ളുന്നു. കര, കടൽ, വായു സംവിധാനങ്ങളുടെ മേഖലയിൽ വിശാലവും സമഗ്രവുമായ ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രതിരോധ ഉൽപാദന കൂട്ടായ്മയും അവർ രൂപീകരിക്കുന്നു. പ്രതിരോധത്തിന്റെ 4ാമത്തെ ആയുധമായി കണക്കാക്കപ്പെടുന്ന OFB കരസേന, വ്യോമസേന, നാവികസേന എന്നിവയ്ക്കൊപ്പം രാജ്യത്തെ പ്രതിരോധത്തിന്റെ 4 ആയുധങ്ങളിലൊന്നാണ്. OFBകളുടെ നിസ്വാർത്ഥ സേവനങ്ങളെ അനുസ്മരിക്കാൻ ദേശീയ പതാക ഉയർത്തി ദേശീയ ഗാനം ആലപിച്ചുകൊണ്ടാണ് ദിനം ആരംഭിക്കുന്നത്. പിന്നീട് ഓരോ ഓർഡിനൻസ് ഫാക്ടറികളും ഇന്ത്യയിലെമ്പാടുമുള്ള പ്രദർശനങ്ങളിൽ റൈഫിളുകൾ, തോക്കുകൾ, പീരങ്കികൾ, വെടിമരുന്നുകൾ തുടങ്ങിയവ പ്രദർശിപ്പിച്ച് ആഘോഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. Please like, share and subscribe for new feeds.